കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലാത്ത സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാമെന്ന് പഠിക്കാം. പേജ് നമ്പർ 15-ലെ തേർഡ് ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇനി നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി അല്ലാത്ത സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപം. Question 2, 4, 8, 16, x1, x2, x3, x4. ആദ്യം അടുത്ത സീക്വൻസ് ആണ് നോക്കാം, ചെക്ക് ചെയ്യാം. d is equal to x2 minus x1, second term minus first term is equal to 2. d is equal to x3 minus x2, 8 minus 4 is equal to 4. ഡിഫറൻസ് കോമൺ അല്ല, അതുകൊണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, സമാന്തര ശ്രേണി അല്ല. x1 is equal to 2 is equal to 2 into 1. x2 is equal to 4 is equal to 2 into 2 is equal to 2 into 2 is equal to 2 squared. 2 raised to 1 എഴുതാം നമുക്ക്. x3 is equal to 8. 8 is equal to 2 into 2 into 2, 2 cubed. 2 into 2 into 2, 2 cubed. x4 is equal to 16. 2 into 2 into 2, 8. 8 into 2, 16. 2 raised to 4. ആദ്യം അടുത്ത സീക്വൻസ് ആണ് ചെക്ക് ചെയ്തു, അല്ലെന്ന് മനസ്സിലായി. x1 is equal to 2. 2 into factors 2 into 1. അതിന് നമുക്ക് 2 raised to 1 എന്ന് എഴുതാം. x2 4. 4 into factors 2 into 2. അപ്പോൾ നമുക്ക് 2 raised to 2. തേർഡ് ടൈം x3 8. 2 into 2 4. 4 into 2 8. അതിന് നമുക്ക് 2 cubed എന്ന് എഴുതാം. x4 16. 2 into 2 4. 4 into 2 8. 8 into 2 16. അപ്പോൾ 2 raised to 4 എന്ന് എഴുതാം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ xn is equal to, ഇവിടെ ബേസ് 2 ആണ്, ഇവിടെ ബേസ് 2 ആണ്, ഇവിടെ ബേസ് 2 ആണ്, ഇവിടെ ബേസ് 2 ആണ്, അതുകൊണ്ട് 2 എന്ന് ആദ്യം എഴുതുക. ഇതിൻ്റെ പവർ നോക്കുക. പവേഴ്സ് 1 2 3 4. 1 2 3 4 നാച്ചുറൽ നമ്പറാണ്, അതുകൊണ്ട് പവറായിട്ട് n എഴുതാം. അടുത്ത ക്വസ്റ്റ്യനാണ് 1 4 9 16. x1 x2 x3 x4 നെയിം ചെയ്യാം. അടുത്ത സീക്വൻസ് ആണ് ചെക്ക് ചെയ്യാം. d is equal to 4 minus 1 3. d is equal to 9 minus 4 5. ഡിഫറൻസ് ഈക്വൽ അല്ല, അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. x1 is equal to 1 is equal to 1 into 1 is equal to 1 squared. x2 is equal to 4 is equal to 2 into 2 is equal to 2 squared. x3 is equal to 9 is equal to 3 into 3 is equal to 3 squared. x4 is equal to 16 is equal to 4 into 4 is equal to 4 squared. Algebraic expression x is equal to, ബേസ് നോക്കുക, 1 2 3 4 നാച്ചുറൽ നമ്പർ, ബേസ് എന്ന് എഴുതുക. പവർ ശ്രദ്ധിക്കുക, ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2.
അപ്പോൾ n സ്ക്വയർഡ് എന്ന് എഴുതാം. അടുത്ത സീക്വൻസാണ് 1, 8, 27, 64 എക്സെട്ര. x1, x2, x3, x4 നെയിം ചെയ്യാം. അത് സീക്വൻസ് അല്ല. x1 ഈസ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 ക്യൂബ്ഡ്. x2 ഈസ് ഈക്വൽ ടു 8 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 4 4 into 2 8 is equal to 2 cubed. x3 is equal to 27. 3 into 3 9 9 into 3 27 is equal to 3 cubed. x4 is equal to 64 is equal to 4 into 4 into 4 4 cubed. Algebraic expression xn is equal to ബേസ് ശ്രദ്ധിക്കാം 1 2 3 4 നാച്ചുറൽ നമ്പറാണ്. അതുകൊണ്ട് ബേസ് n എഴുതുക. പവർ 3 3 3 3 അവിടെ പവർ 3 എഴുതാം. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിൻ്റെ കറക്റ്റായിട്ടുള്ള പിക്ചർ പേജ് നമ്പർ 147 തന്നിരിക്കുന്നത്. ആ പിക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണം തന്നിരിക്കുന്നു. അതിൻ്റെ മിഡ് പോയിൻറ്റ്സ്, ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്, ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്, ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിൾ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. ഇത് ഫുൾ റെഡായിരുന്നു. ഇവിടെ മുറിച്ച് കളഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വൈറ്റ് കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ ഫുൾ റെഡായിരുന്ന ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കിട്ടിയ ട്രയാങ്കിൾ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. ഇത് തന്നെയാണ് വീണ്ടും ഇതിവിടെയെല്ലാം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ റെക്ടാങ്കിൾ ആയിട്ടുള്ള ഇതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ട്രയാങ്കിൾ മുറിച്ച് കളയുന്നു. ഇവിടെ ഫുൾ റെഡ് ആയിട്ടുള്ള ഇതാണ്. ഇതിനെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ട്രയാങ്കിൾ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. ഇവിടെ ഫുൾ റെഡ് ആയിട്ടുള്ള ഇതാണ്. അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ട്രയാങ്കിൾ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. അടുത്തതും ഇത് തന്നെയാണ്. ഫുൾ റെഡ് ഇതാണ്. അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിൾ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. ഇവിടെയും ഫുൾ റെഡാണ്. അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്നു. കിട്ടുന്ന ട്രയാങ്കിൾ മുറിച്ച് കളയുന്നു. ഇവിടെ ഫുൾ റെഡ് ഉണ്ട്. അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്നു. കിട്ടുന്ന ട്രയാങ്കിൾ മുറിച്ച് കളയുന്നു. ഇവിടെ എല്ലാം അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ആദ്യം നമ്മൾ നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഫസ്റ്റ് ഫിഗറിൽ 1 2 3. സെക്കൻഡ് ഫിഗറിൽ ഈ ഭാഗത്ത് നമുക്ക് 3 ട്രയാങ്കിൾസ് കാണാൻ പറ്റും. ഇവിടെ 3 കാണാൻ പറ്റും, ഇവിടെ 3 കാണാൻ പറ്റും. അപ്പോൾ 9 കിട്ടും.
നമ്മൾ പഠിക്കാൻ നേരത്ത് 3 × 3 = 9 എന്ന് പഠിക്കുക. അടുത്തതിൽ ഇവിടെ 9 കാണാൻ പറ്റും. ഇവിടെ 9, ഇവിടെ 9. അപ്പോൾ 9 × 3 27. Number of red triangles 3. 3 × 3 = 9. 9 × 3 = 27. ഇനി നമുക്ക് ആവശ്യമുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ്. ഈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഒരു റെഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം ആണ്. അതായത് 3 സൈഡ്സും ഈക്വലായ ട്രയാങ്കിൾ. ഈ റെഡ് ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡ്സിൻ്റെയും മിഡ് പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഈ റെഡ് ട്രയാങ്കിളിനകത്ത് 1, 2, 3, 4 4 ചെറിയ ട്രയാങ്കിൾസ് കിട്ടുന്നു. ലെഫ്റ്റ് സൈഡിലെ ചെറിയ ട്രയാങ്കിളിന് എ എന്നും, മിഡിലെ ട്രയാങ്കിളിന് ബി എന്നും, റൈറ്റ് സൈഡിലെ ട്രയാങ്കിളിന് സി എന്നും, മുകളിലെ ട്രയാങ്കിളിന് ഡി എന്നും പേര് നൽകുന്നു. വീണ്ടും ട്രയാങ്കിൾ എയുടെ 3 സൈഡ്സിൻ്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ട്രയാങ്കിൾ എയ്ക്കകത്ത് 4 ചെറിയ ട്രയാങ്കിൾസ് കിട്ടുന്നു. ട്രയാങ്കിൾ ബിയുടെ 3 സൈഡ്സിൻ്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ബിക്കകത്തും 4 ചെറിയ ട്രയാങ്കിൾസ് കിട്ടുന്നു. ഇതുപോലെ തന്നെ ട്രയാങ്കിൾ സിയുടെ 3 സൈഡ്സിൻ്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ സിക്കകത്തും 4 ചെറിയ ട്രയാങ്കിൾസ് കിട്ടുന്നു. അതുപോലെ ട്രയാങ്കിൾ ഡിയുടെ 3 സൈഡ്സിൻ്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ട്രയാങ്കിൾ ഡിക്കകത്തും 4 ചെറിയ ട്രയാങ്കിൾസ്. ഇപ്പോൾ ട്രയാങ്കിൾ എയ്ക്കകത്ത് 4 ചെറിയ ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ ബിക്കകത്ത് 4 ചെറിയ ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ സിക്കകത്ത് 4 ചെറിയ ട്രയാങ്കിൾസ്, അതുപോലെ തന്നെ ട്രയാങ്കിൾ ഡിക്കകത്തും 4 ചെറിയ ട്രയാങ്കിൾസ്. അങ്ങനെ റെഡ് ട്രയാങ്കിളിനകത്ത് ടോട്ടൽ ട്രയാങ്കിൾസിൻ്റെ എണ്ണം 4 × 4 16 ട്രയാങ്കിൾസ്. ഇനി ട്രയാങ്കിൾ എയിനകത്തെ ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ എയുടെ ഫസ്റ്റ് ട്രയാങ്കിളിനകത്ത് വീണ്ടും 4 ചെറിയ ട്രയാങ്കിൾസ് കിട്ടുന്നു. അതുപോലെ തന്നെ ട്രയാങ്കിൾ എയ്ക്കകത്തെ മിഡിൽ ട്രയാങ്കിളിൻ്റെയും റൈറ്റ് സൈഡിലെ 3-ാമത്തെ ട്രയാങ്കിളിൻ്റെയും മുകളിലെ 4-ാമത്തെ ട്രയാങ്കിളിൻ്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഓരോന്നിനകത്തും വീണ്ടും 4 ചെറിയ ട്രയാങ്കിൾസ് കിട്ടുന്നു. അങ്ങനെ ട്രയാങ്കിൾ എയ്ക്കകത്തെ ഓരോ ട്രയാങ്കിളിനകത്തും 4 ചെറിയ ട്രയാങ്കിൾസ്. അപ്പോൾ എയ്ക്കകത്ത് ടോട്ടൽ ട്രയാങ്കിൾസ് 4 × 4 16 ട്രയാങ്കിൾസ്. ഇതുപോലെ തന്നെ ട്രയാങ്കിൾ ബിക്കകത്തും 16 ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ സിക്കകത്തും 16 ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ ഡിക്കകത്തും 16 ട്രയാങ്കിൾസ്. റിപ്പീറ്റ് ചെയ്യുന്നു. റെഡ് ട്രയാങ്കിളിനകത്തുള്ള ട്രയാങ്കിൾ എയ്ക്കകത്ത് 16 ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ ബിക്കകത്ത് 16 ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ സിക്കകത്ത് 16 ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ ഡിക്കകത്ത് 16 ട്രയാങ്കിൾസ്. അങ്ങനെ റെഡ് ട്രയാങ്കിളിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 4 × 16 64 triangles. Total number of triangles 1, 2, 3, 4. First figure 4. Second figure 4 × 4 16. Third one 16 × 4 64.
ഫോർത്തിൽ 64 ഇൻറ്റു 4 256 അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് വൺ സ്മോൾ ട്രയാങ്കിൾ. അതിനായിട്ട് ഞാൻ എക്സാമ്പിൾ പറയാം. കൂട്ടുകാരെ, ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന കേക്ക് 2 കുട്ടികൾക്കായി ഭാഗിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കുട്ടിക്ക് അതിൻ്റെ പകുതി, അതായത് കേക്കിൻ്റെ 1/2 പോർഷനും രണ്ടാമത്തെ കുട്ടിക്ക് 1/2 പോർഷനും ലഭിക്കുന്നു. ഇനി 3 കുട്ടികൾക്കായാണ് കേക്ക് ഭാഗിച്ചതെങ്കിലോ? അപ്പോൾ ഒന്നാമത്തെ കുട്ടിക്ക് കേക്കിൻ്റെ 1/3 പോർഷൻ ലഭിക്കുന്നു, രണ്ടാമത്തെ കുട്ടിക്ക് കേക്കിൻ്റെ 1/3 പോർഷനും മൂന്നാമത്തെ കുട്ടിക്കും കേക്കിൻ്റെ 1/3 പോർഷൻ ലഭിക്കുന്നു. ഇനി 4 പേർക്കായാണ് കേക്ക് ഭാഗിച്ചതെങ്കിലോ? അപ്പോൾ ഒന്നാമത്തെ കുട്ടിക്ക് കേക്കിൻ്റെ 1/4 പോർഷനും രണ്ടാമത്തെ കുട്ടിക്ക് കേക്കിൻ്റെ 1/4 പോർഷൻ, അതുപോലെ തന്നെ മൂന്നാമത്തെ കുട്ടിക്കും കേക്കിൻ്റെ 1/4 പോർഷൻ, നാലാമത്തെ കുട്ടിക്കും കേക്കിൻ്റെ 1/4 പോർഷൻ ലഭിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ട്രയാങ്കിളിനെ നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരെണ്ണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം 1/4, അടുത്തത് 1/4, അടുത്തത് 1/4, അടുത്തത് 1/4. ഏരിയ ഓഫ് വൺ സ്മോൾ ട്രയാങ്കിൾ 1/4. ഇത് 16 ട്രയാങ്കിൾസാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഏരിയ ഓഫ് വൺ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 1/16. ഇവിടെ ടോട്ടൽ നമ്പർ ട്രയാങ്കിൾ 64 ആണ്. അതുകൊണ്ട് ഏരിയ ഓഫ് വൺ triangle is equal to 1/64. ഇത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ഏരിയ ഓഫ് ഓൾ റെഡ് ട്രയാങ്കിൾസ്. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1/4 ആണ്. ഇവിടെ 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ 3 ഇൻറ്റു 1/4 ഈസ് ഈക്വൽ ടു 3/4. ഒരു സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ 1/4. അങ്ങനെ 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ടോട്ടൽ ഏരിയ ഓഫ് all red triangles, all 3. 3 into 1/4 is equal to 3/4. അടുത്ത നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് 9 ആണ്. അപ്പോൾ 9 into 1/16 is equal to 9/16. റെഡ് ട്രയാങ്കിൾസ് 27 ആണുള്ളത്. 27 ഇൻറ്റു 1/64 ഈസ് ഈക്വൽ ടു 27/64. ഏരിയ ഓഫ് വൺ സ്മോൾ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 1/4. ഏരിയ ഓഫ് 3 red triangles is equal to 3 into 1/4 is equal to 3/4. Area of one small triangle 1/16. Area of 9 red triangles 9 into 1/16 9/16. Third figure, area of one small triangle is equal to 1/64. Area of
27 rectangles is equal to 27 into 1 by 64 is equal to 27 by 64. ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. Total number of triangles 4 in the first figure 1, 2, 3, 4 is equal to 4 raised to 1. Total number of triangles in the second figure 4 into 4 is equal to 4 squared. Total number of triangles in the third figure 64. 4 into 4 into 4 is equal to 64. 64. 4 into 4 into 4 64 is equal to 4 raised to 3. Algebraic expression എഴുതാം. Sequence 4 raised to 1, 4 raised to 2, 4 raised to 3. Xn is equal to 4 raised to 1, 2, 3 natural number n. 4 is equal to 4 raised to 1. 16 is equal to 4 raised to 2. 64 is equal to 4 raised to 3. Xn is equal to ഇതിൻ്റെയൊക്കെ ബേസ് 4 4 4 4 എഴുതുക, പവർ 1 2 3 നാച്ചുറൽ നമ്പറാണ് n എന്ന് എഴുതാം. അടുത്ത നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് 3 is equal to 3 raised to 1. 9 is equal to 3 raised to 2. 27 is equal to 3 into 3 into 3. 27 is equal to 3 raised to 3. Xn is equal to sequence 3 raised to 1, 3 raised to 2, 3 raised to 3. Base 3 ആണ്, 3 എഴുതാം, പവർ 1 2 3 3 raised to n നാച്ചുറൽ നമ്പറാണ്. Area of one small triangle is equal to 1 by 4 all raised to 1. 1 by 16, 1 by 4 all raised to 2. 1 by 4 into 1 by 4. 1 into 1, numerator into 1 into 1, 1. Denominator into 4 into 4, 16. 1 by 16 is equal to 1 by 4 all raised to 2. 1 by 64 is equal to 1 by 4 all raised to 3. 1 by 4 into 1 by 4 into 1 by 4. 1 into 1, 1 into 1, 1 by 4 into 4 into 4, 64. Algebraic expression എഴുതാം. Sequence നോക്കാം. 1 by 4 all raised to 1, 1 by 4 all raised to 2, 1 by 4 all raised to 3. Xn is equal to 1 by 4 all raised to power 1 2 3 natural number ആണ് n all raised to n. Total area of all rectangles 3 by 4. 3 by 4 all raised to 1. 9 3 into 3 3 squared. 4 into 4 4 squared is equal to 3 by 4 all raised to 2.
27 by 64. 3 into 3 into 3 27, അതായത് 3 ക്യൂബ്ഡ്. 64 4 into 4 into 4 4 ക്യൂബ്ഡ് ഈസ് ഈക്വൽ ടു 3 by 4 all raised to 3. സീക്വൻസ് കിട്ടിയിരിക്കുന്നത് 3 by 4 all raised to 1, 3 by 4 all raised to 2, 3 by 4 all raised to 3. xn is equal to എല്ലായിടത്തും ബേസ് 3 by 4 ആണ്. all raised to powers 1, 2, 3 നാച്ചുറൽ നമ്പർ ആണ്. all raised to n. ഈ ക്വസ്റ്റ്യനെല്ലാം പല പ്രാവശ്യം പറഞ്ഞു പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക.